നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് ധർമ്മലിംഗേശ്വര മലൈ മധുക്കരയാണ് കേട്ടോ. ശിവലിംഗം വന്നിട്ട് സ്വയംഭൂവാണ്. 800 സ്റ്റെപ്പുണ്ട് മേലെ കയറുക. നമുക്കൊന്ന് കയറി നോക്കാം. അവിടുന്ന് നേരെ നമ്മൾ 800 സ്റ്റെപ്പല്ലേ എന്ന് പറഞ്ഞാൽ നേരെ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഇവിടെ അഗസ്ത്യറിന്റെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് അഗസ്ത്യറിന് നേരെ തൊഴുതിയും കൊണ്ട് അവിടെ നേരെ മേലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ വാളയാർ ചുരം പറഞ്ഞ വൃത്തിയായി കാണാൻ പറ്റും കേട്ടോ. കാരണം പറഞ്ഞാൽ വാളയാർ ചുരം പറയണത് 38 to 34 കിലോമീറ്ററിന്റെ ഗ്യാപ്പിലാണ്. ഒരു ഭാഗം അവിടെ നെല്ലിയാമ്പതിയാണ്, ഒരു ഭാഗം വന്നിട്ട് നമ്മുടെ വാളയാറാണ്. അതിന്റെ ഗ്യാപ്പാണ് ഈ കാണുന്നത്. അവിടെ നേരെ ഞങ്ങൾ കയറിയിട്ട് കുറച്ച് നേരം ഇരുന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തു. അത് വേറൊരു ഫീൽ തന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ രാവിലെ സൂര്യ ഉദിക്കുന്ന സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുന്നത് വേറൊരു ഫീലാണ്. അങ്ങനെ അവിടെ നേരെ ഞങ്ങൾ മേലേക്ക് നടന്നുപോയി. മേലേക്ക് കടന്നുപോയപ്പോൾ നമ്മുടെ സുഹൃത്ത് കുറച്ചു നേരം കൂടി മെഡിറ്റേഷൻ ഒക്കെ ചെയ്തു. കൂടെ ഒരു നായക്ക് വന്നിരുന്നു. അതും വേറൊരു ഫീലായിരുന്നു. അവിടെ നേരെ ക്ഷേത്രത്തിന്റെ മേലെ നോക്കുന്ന സമയത്ത് താഴ്ത്തി കാണുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്തൊരു ഫീല് കാണുന്ന ഒരു കാഴ്ച. അങ്ങനെ അവിടെ നിന്ന് നേരെ മേലക്ക് കയറി ഒരു ഭക്തിയുടെ നിറവിൽ ഇതിന്റെ മേലക്കറി നോക്കുന്ന സമയത്ത് ഒരു ആത്മീയ അനുഭവം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന്റെ ഉള്ളിലൊക്കെ കയറി അവിടുന്ന് ഭഗവാനെയൊക്കെ ദർശിച്ചു. മനോഹരമായ കാഴ്ച ഇവിടുന്ന് കാണുന്ന കാഴ്ച ഉണ്ടല്ലോ. അവിടെ നേരെ നമ്മൾ താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് സ്റ്റെപ്പ് പിടിക്കുമ്പോൾ കാലിലൊക്കെ ചെറിയ വേദന കേട്ടോ. അത് കഴിഞ്ഞ് ആലിഞ്ചോട്ടിൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ആ ഭഗവാനെയൊക്കെ അവിടെ നിന്ന് തൊഴുതി കഴിഞ്ഞുകൊണ്ട് നേരെ വണ്ടി എടുത്ത് അടയാർ ആനന്ദഭവനിൽ പോയി. നോക്കുക നല്ല പഞ്ഞ പോലെ ഇഡ്ഡലിയും അടിപൊളി ചട്നി, അതിൻ്റെ കൂടെ തന്നെ നല്ല പൊങ്കലും, അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി ദോശയും പൊങ്കലും ചട്നിയും സാമ്പാറും കഴിച്ചതിന് ശേഷം നല്ല വടയും കാപ്പിയും അടിപൊളി.